അപ്പുറത്തോട് തൂക്കും, അപ്പുറത്ത് സ്ഥലം ഉണ്ടല്ലോ, അപ്പുറത്തോടെ പോയാൽ മതി. രണ്ട് വണ്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഫോർച്യൂണറിൽ പിന്നാലെ കയറി ഞാൻ 2 ഫ്ലാഷ് ഇട്ടു. കണ്ടാ, 2 ഫ്ലാഷ് ഇട്ടു, മാറണ മാറി. സിമ്പിൾ. ബെൻസും നമ്മുടെ മസ്താങ്ങും കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മസ്താങ്ങിൻ്റെ മുൽക്കിയ നാളെ എക്സ്പയർ ആവും. സോ അത് നമുക്ക് റിന്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ പാസിങ് ഓൾറെഡി നമ്മൾ കഴിച്ചാണ്. നാട്ടിലുള്ള പോലെ ഒന്നല്ല, ഇവിടെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മസ്താങ് എടുക്കുന്നത് ഷാർജയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡിഫൻഡറിലാണ് പോകുന്നത്. ഉപ്പാനെ എടുത്തിട്ട് തസ്ജീലിൽ പോയിട്ട് ID അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. എന്നാലാണ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പാസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഉപ്പാടെ ID അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസം റിന്യൂ ചെയ്യാൻ പറ്റാഞ്ഞത്. സോ ഇന്ന് പോയിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, കാരണം നാളെ എക്സ്പയർ ആണ്. അപ്ഡേറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് വേണം ഷാർജയിൽ പോയി മസ്താങ് എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കയ്യിലുള്ളത് ഡിഫൻഡറാണ് ഇപ്പോൾ കയ്യിലുള്ളത്. വണ്ടി ആകെ അച്ചലായിട്ട് കെടുക്കാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഗംഭീര മഴ പെയ്തുകൂടെ. സോ ആ മഴ പെയ്തിട്ട് ആകെ വാട്ടർ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കെടുക്കുകയാണ് വണ്ടി. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഉമ്മൽക്കൈനിലാണ്. ഇനി നേരെ പോയി ദുബായി പോയി ഉപ്പാനെടുത്തിട്ട് നേരെ തസ്റ്റി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. വണ്ടി കണ്ടോ, ആകെ മഴ പെയ്ത് കച്ചറായിട്ട് എടുക്കുകയാണ്. ഇത് വാഷ് ചെയ്യണം, വാഷ് ചെയ്ത് ക്ലിയർ ആക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കമ്പനി പോകാണ്ട്. കമ്പനി പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദുബായി പോയിട്ട് ഉപ്പാനെടുത്തിട്ട് തസ്റ്റി പോകാനുള്ളത് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ദി വേ ആണ്. നമ്മളിപ്പോൾ പോണത് എമിറേറ്റ്സ് റോഡിലാണ്, അതായത് 611 ആണ് നമ്മൾ പോണത്. ഉമ്മുൽഖോയിൽ നിന്ന് നമുക്ക് ദുബായിലേക്ക് ഏകദേശം 80 കിലോമീറ്ററോളം ഉണ്ട്. ആ 80 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ എടുക്കുന്നത് 30, 35, 40 മിനിറ്റ് ആണ് കേട്ടോ മാക്സിമം. 150 സ്പീഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 30, 35 മിനിറ്റിലൊക്കെ എത്താം. അതായത് 80 കിലോമീറ്റർ 35 മിനിറ്റിൽ കേട്ടോ. അപ്പോൾ മാപ്പ് നോക്കുമ്പോൾ ടൈമാണ് നോക്കുക, കിലോമീറ്റർ ആരും നോക്കാറില്ല. എത്ര മിനിറ്റ് ഉണ്ടെന്ന് ചോദിക്കുക, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിക്കാറില്ല. അപ്പോൾ അതാണ് വ്യത്യാസം. പിന്നെ ബ്ലോക്ക് ഉണ്ടാവും ചില ഭാഗങ്ങളിൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നോർമൽ ടൈം ആവും. ബ്ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അടിച്ച് കയറിയിട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പോൾ സ്പീഡ് ട്രാക്കിലാണ് പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 140ലാണ് പോകുന്നത്. ഒരു 140 സ്പീഡ് അടുപ്പിച്ചിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഫ്രണ്ടിൽ വണ്ടികൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഹോൺ അടിക്കണ പരിപാടി ഇല്ല. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടീന് ജസ്റ്റ് ഒരു ഫ്ലാഷ് ഇട്ട് കൊടുത്താൽ, രാവിലെ ആണെന്നുണ്ടെങ്കിലും വെളിച്ചുള്ള ടൈം ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഫ്ലാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടികൾ ഇങ്ങനെ മാറും. അതൊരു ഫീൽ തന്നെ ഉണ്ട്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഈ ഫോർച്യൂണർ ഉണ്ട് ഇവിടെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ഫോർച്യൂണറിൽ പിന്നാലെ കയറി ഞാൻ 2 ഫ്ലാഷ് ഇട്ടു. കണ്ടാ, 2 ഫ്ലാഷ് ഇട്ടു, മാറണ മാറി. സിമ്പിൾ. നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയ റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് ഞാൻ പോയോണ്ടുള്ള സിവിക്കിൽ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ വരുന്നുണ്ടായിരുന്നത്. വരുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു വണ്ടി, ഒരു ബ്രസ് അങ്ങനെ ഏതോ ഒരു വണ്ടിയാണ്, കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. ആ വണ്ടി ഭയങ്കര സ്ലോ ആക്കിയിട്ടാണ് പോണത്. അപ്പം ഞാൻ ഹോൺ അടിച്ചു, എന്നിട്ടും മാറണില്ല. ഞാൻ എത്ര ഹോൺ അടിച്ചു, പിന്നെ പോയിട്ട് ഞാൻ നിർത്തി ഹോൺ അടിച്ചു, എന്നിട്ടും മാറണില്ല. എന്നിട്ട് ഞാൻ അതിനെ എടുത്തിട്ട് പോയി. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. നമ്മൾ പിന്നെ പോയി ഹോൺ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈഗോ കയറും, പിന്നെ അവർ മാറി തരില്ല. വേണമെങ്കിൽ അപ്പുറത്തോട് തൂക്കും, അപ്പുറത്തെ സ്ഥലം ഉണ്ടല്ലോ, അപ്പുറത്തോടെ പോയാൽ മതി. ആ ഒരു മൈൻഡാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ ഇവിടെ റെഡ് ലൈൻ കണ്ട, താഴെ കണ്ട 110 സ്പീഡായി. ഇതുവരെ 120 ആയിരുന്നു റോഡ് ഉണ്ടായിരുന്നത്, 150 വരെ പോകാറുന്നു. ഇവിടെ എത്തി. ഇനി അങ്ങോട്ട് 110 സ്പീഡ് വരുന്നത്. ആ 110 സ്പീഡിൽ നമുക്ക് 130 വരെ പോകാൻ പറ്റും കേട്ടോ. അതൊന്നും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇവിടെ അറിയാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അറിയണവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ദുബൈയിൽ വന്നിട്ടും അല്ലാതെയും അറിയണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും, അവരൊന്നും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഡ്രാഗൺ എത്താനായി. നേരെ അവിടെ പോയിട്ട് ഉപ്പാനെടുത്തിട്ട് വേണം തസ്ജീൽ. അതിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് തസ്ജീലുള്ളത്. അവിടെ പോയിട്ട് ID അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഓൺലൈൻ റിന്യൂ ചെയ്തിട്ട് സിമ്പിളായിട്ട് പരിപാടി തീർക്കാൻ പറ്റും. പാസിങ്ങിന് മാത്രമാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. ഇന്റർനാഷണൽ സിറ്റിയിൽ എത്തി. നമ്മൾ ഉപ്പാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഉപ്പ വരും. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ കയ്യിൽ ഡിവൈഡർ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പണി സാധനങ്ങളാ രാജാവേ, വേറൊന്നുമല്ല. സോ ഉപ്പ് എത്തി. ഇനി നമ്മൾ നേരെ തസ്ജീൽ. ഓക്കെ, നമ്മളങ്ങനെ തസ്ജീലിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയോട്ടെ. ഇപ്പോൾ പോയിട്ടുണ്ട്. എന്താ അവസ്ഥ നോക്കിയോട്ടെ. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാൻ പറ്റും. ഗായ്സ്, നമ്മളെ തസ്ജീലത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ 2 വണ്ടികളും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ EQBയും ഡിഫൻഡറും കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടും ആകെ അച്ചറായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മഴ ആയതുകൊണ്ട് ആകെ അലമ്പായിട്ട് കിടക്കുമായിരുന്നു. സോ
മഴ പെയ്തിട്ട് ആ ചളിയും എല്ലാം കൂടെ ആകെ കച്ചറായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടും വാഷ് ചെയ്യാൻ വിചാരിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു വാഷിംഗ് സെൻ്ററിലുള്ളത്. ഇവിടുത്തെ വാഷിംഗ് സെൻ്റർ ഒരു വേറെ തന്നെ ഒരു ഐഡിയ ആയിട്ട് തോന്നിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു റൂമിൻ്റെ ഉള്ളിലാണ് അവർ രണ്ട് സെറ്റപ്പ് ചെയ്തിട്ട് രണ്ട് വണ്ടിയും ഒരുമിച്ച് കഴുകാവുന്ന ലെവലിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം, നോക്കി നോക്കും. വാഷിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സെറ്റപ്പ് ഉണ്ട്. അത് നോക്ക്, ചെറിയൊരു റൂമിൻ്റെ ഉള്ളിലാണ് രണ്ട് വണ്ടിയും കൂടെ അവർ വാഷ് ചെയ്യുന്നത്. സംഭവം ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയും ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വാഷിംഗ് സെൻറ്റർ അല്ലെങ്കിൽ വേറെ വാഷിംഗ് സെൻറ്ററുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഒറ്റ വണ്ടി കയറ്റിയിട്ട് കഴുകണമല്ലേ. ഇപ്പോൾ ചെറിയൊരു സ്പേസിൻ്റെ ഉള്ളിലാണ് അവർ രണ്ട് വണ്ടി കയറ്റിയിട്ട് കഴുകുന്നത് കേട്ടോ. രണ്ട് വണ്ടിയും ഓൾമോസ്റ്റ് ആകെ കച്ചറായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്യുബി ഞാൻ വന്നിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇക്യുബി ഈ പറയുന്ന പോലെ കണ്ടോ, മഴ പെയ്തിട്ട് ആകെ അലമ്പാണ് കേട്ടോ. നൈസ് ഐഡിയ ആയിട്ടുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് കഴുകുന്നുണ്ട് അവർ. എന്തായാലും വാഷിങ് കഴിയട്ടെ. നമ്മൾ മൂന്നാൾ വന്നിട്ടുള്ളത് റേസ്ക ഉണ്ട്, ഉപ്പുണ്ട്. റേസ്ക നമ്മുടെ പാർട്ണറാണ് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഈ മസ്താങ് എടുക്കുന്ന ചാർജറിലാണ്. അതും മഴ കൊണ്ടിട്ട് ആകെ അലമ്പായിട്ടുണ്ടാവും. അപ്പം ഇനി അതെടുക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ അറിയാൻ പറ്റും. അപ്പോൾ അതെന്തായാലും വാഷ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ കുറച്ച് പരിപാടികളുണ്ട്, പണിക്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെൻസ് പുറത്തിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്, എല്ലാം തുറന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഡിഫൻഡർ അകത്തിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം ഈ ഒരു ഐഡിയ നൈസാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും ഇങ്ങനൊരു ഐഡിയ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ എയർ ചെയ്യാനുള്ളതും നമ്മുടെ ഫോം അടിക്കാനുള്ളതും എല്ലാം ഇതിൽ തന്നെ വരും. പിന്നെ വാഷ് ചെയ്യാനുള്ള പ്രഷർ വാഷർ വരുന്നതിൻ്റെ സെറ്റപ്പാണിത്. ഇത് പിന്നെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നമ്മൾ നൈസായിട്ടുണ്ട്. പിന്നെ വാക്യൂം ചെയ്യണ മെഷീനാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇതും ഈ ഒരു മെഷീനും ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെ വാക്യൂം ചെയ്യണത്. വെള്ളം പോകാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നേരെ താഴെ ഉണ്ട്, സെൻറ്ററിലുണ്ട് രണ്ട് സ്പേസിൽ, പിന്നെ ആ ഭാഗത്തുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴുള്ള ഐഡിയകൾ നാട്ടിലും നോക്കാവുന്നതാണ്. നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് കുറവാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു ഉപകാരമുള്ളത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നാട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാർ വാഷ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ 30 ലക്ഷം റുപ്യ വേണം. ഇങ്ങനൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വാഷിംഗ് സെൻറ്റർ തുടങ്ങുകയും ചെയ്യാം, വലിയ കോസ്റ്റ് ആവില്ല. ഈ ഒരു ഐഡിയയിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കുക. നാട്ടിലൊക്കെ സംഭവം എന്തായാലും നൈസ് ആവും. സെൻറ്റർ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് പുറത്തിറക്കുന്നുണ്ട്. സംഭവം കൊള്ളാം, നൈസ്. മാഷാ അല്ലാഹ്, രണ്ട് വണ്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഫുൾ ക്ലീൻ. സംഭവം വെയിലത്ത് ഈ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു മൂടാണ് കേട്ടോ. തിളക്കത്തോട് കൂടിയിട്ടാണ് ഗ്രീൻ ഇങ്ങനെ നിൽക്കുക. മാഷാ അല്ലാഹ്, അടിപൊളി. അപ്പോൾ ബെൻസും ക്ലീനാക്കി, ഓൾമോസ്റ്റ് ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൻസും നമ്മുടെ മസ്താങ്ങും കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് വേറൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, വാഷിങ്ങും എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഇറങ്ങി ഇനി അടുത്ത പരിപാടി. നമ്മൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ ബെൻസ് എടുത്തു, ഡിഫൻഡർ റേസ്ക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കണത് ഷാർജ എയർപോർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കണത്. അവിടെ നമ്മൾ ബെൻസ് ചാർജ് ചെയ്തിട്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് മസ്താങ് എടുത്തിട്ട് സ്ട്രൈറ്റ് ടു മുൾഗൈൻ. അതാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. അതിനിടയിൽ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്, അതുകൊണ്ട് കഴിച്ചിട്ടാണ് നമ്മൾ മുൾഗൈൻ പോകുള്ളൂ. നമ്മളങ്ങനെ ബെൻസ് ചാർജ് ചെയ്യാൻ ഇട്ടു. നമ്മുടെ ഷാർജ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ലൈബ്രറിയുടെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. ഇത് ആക്ച്വലി ഫ്രീ ചാർജിങ് ആണ്. നമ്മൾ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. സ്ലോ ചാർജറാണ്, ഫുള്ളാവാൻ ഏകദേശം നല്ല ടൈം പിടിക്കും. ഇപ്പോൾ സമയം ഏകദേശം 4:30 ഒരു ടൈമാണ്. പക്ഷേ രാത്രി 12 മണി 1 മണി 2 മണിയൊക്കെ ആവും ഫുള്ളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നാളെ ഒന്ന് എടുക്കും, അല്ലെങ്കിൽ രാത്രി ഒന്ന് എടുക്കും, നോക്കാം നമുക്ക്. എന്തായാലും ചാർജ് ആവട്ടെ. ഗായ്സ്, ഫൈനലി നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നോമ്പറക്കലും കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ട് മസ്താങ് എടുത്തത്. പിന്നെ മസ്താങ് ആകെ കച്ചറാവെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. ചെക്കൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ആയിരുന്നു വണ്ടി. സോ കഴുകി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങി. ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാണ്. നമുക്ക് അടുത്ത വീഡിയോ ആണ്.